ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ അഭിലാഷ്, ഇവിടെ ചോദ്യം ചോദിച്ചത് ഈ കേസിനെ കുറിച്ചാണ്. ചോദ്യം ചോദിച്ചത് BJPയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. അരുൺകുമാർ എന്തിനെ കുറിച്ചാണ് മറുപടി പറഞ്ഞത്? അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ലിങ്ക് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ BJPയും CPM എല്ലാം ഒറ്റക്കെട്ടാണെന്നേ. അവര് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അരുൺകുമാർ വീറോടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദിച്ച അരുൺകുമാർ ഈ കാര്യത്തിൽ ഇപ്പോൾ BJPയുടെ വൈസ് പ്രസിഡന്റിന്റെ കാര്യം വന്നപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, അതിന് മറുപടി പോലും പറഞ്ഞില്ല. അങ്ങനാണെങ്കിൽ ഇങ്ങനെ ആകാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ട് കച്ചവടമാണ്, ഇവർ ഒരുമിച്ചുള്ള കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട സ്ത്രീ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തേച്ച് മായ്ച്ചു കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ട് പറ്റിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എത്രയോ കേസുകൾ, ഞാൻ ഇപ്പൊ BJPയുടെ മാത്രമല്ലല്ലോ, CPMന്റെ കേസുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട് വോയിസ് നോട്ടുകൾ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, കേരള സമൂഹം മുഴുവൻ കേട്ടിട്ടുള്ളതാണ്. ശശീന്ദ്രന്റെയും കടകംപള്ളിയുടെയും മുകേഷിന്റെയും ഒക്കെ രാത്രിയിലുള്ള സംഭാഷണങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അരുൺകുമാറിന് പറയാനുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം താങ്കൾ നോക്കൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഇത് പറഞ്ഞത്, ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു, ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ. ഇവിടെ 51 വെട്ടുവെട്ടി ആളുകളെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന, എല്ലാം പോട്ടെ, ആ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച്, ആ സാജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് അവർ വഴിവിട്ട സഞ്ചാരമാണെന്നാണ് ദേശാഭിമാനി എഴുതിയത്. അത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CPM ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന MLA മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശശീന്ദ്രൻ, തോമസ് ഐസക്, ഇവരൊക്കെ ആരോപണം കേട്ടവരും കോടതിയിൽ കേസ് വന്നതുമാണല്ലോ, ചാർജ് ഷീറ്റ് വന്നതാണല്ലോ. അതൊന്നും കേസല്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു പരാതിക്കാരി ഇല്ലാതെ, മുഖമില്ലാത്ത ഒരു ഇതുവരെ പരാതിക്കാരി ആരാണെന്നറിയില്ല. ഇവിടെ കൃഷ്ണകുമാറിന്റെ കേസിൽ പരാതിക്കാരി ഉണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവരുടെ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പരാതി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് യാതൊരു ആക്ഷനും ഇല്ല. അത്തരത്തിലൊരു പരാതിക്കാരി നടപടിയെടുത്തത് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് പോയതുകൊണ്ട് പരാതി ഉണ്ട് എന്നുള്ളതിന്, അതായത് പാർട്ടിക്ക് മുമ്പിൽ പരാതി ഉണ്ട് എന്നുള്ളതിനൊരു തീർച്ചയുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ച പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, എനിക്ക് അരുൺകുമാറിലേക്ക് കൂടി പോകണം. ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, കൃഷ്ണകുമാർ ഇവിടെ പറഞ്ഞു KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. രേഖാമൂലമുള്ള പരാതിയല്ല, പറഞ്ഞു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതെ, പരാതി കൊടുത്തു. പരാതി ആർക്ക് കൊടുത്തു? KPCC പ്രസിഡന്റ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ലേ? താങ്കൾ വ്യാജമായിട്ട് ഇവിടെ നിന്ന് വാദിക്കൊന്നും വേണ്ട. അങ്ങനെ പരാതി ഒരു KPCC പ്രസിഡന്റും കൊടുത്തിട്ടില്ല, അവരങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുമില്ല. പരാതി കൊടുക്കുന്നത് എവിടെയാണ്? ഞാൻ ഒരു സ്ഥലങ്ങളിലും ഈ പറഞ്ഞ നിങ്ങളെല്ലാം തെളിയിക്കുന്നേ, നിങ്ങൾ തെളിയിക്കേ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കൊടുത്ത പരാതി അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലല്ലോ.